വിശുദ്ധ ബെനഡിക്റ്റ് പറയാ, നീ ധ്യാനിക്കുക, തെരഞ്ഞെടുക്കപ്പെട്ട വളരെ കുറച്ചു അവ ശ്രദ്ധിക്കണം, വളരെ കുറച്ച് പേര്, ഒരു റെമനന്റ് ഗ്രൂപ്പ് ഉണ്ടാവുകയുള്ളൂ. ഒരു അവിശിഷ്ട ഭാഗം, ഒരു ചെറിയ അജഗണം. വിശുദ്ധൻ പറയുകയാണ്, ഇപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട വളരെ കുറച്ച് പേരിൽ ഒരാളാകാൻ നീ ശ്രമിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തോടെ ചോദിക്കട്ടെ എന്റെ സഹോദരങ്ങളെ, നമുക്ക് നിത്യമായ ജീവനാണോ വേണ്ടത്? അതിന് നീ ഇവിടെ വില കൊടുക്കണം. സഹനങ്ങൾ ഉണ്ടാകും, കഷ്ടങ്ങൾ ഉണ്ടാകും, നീ ഒറ്റപ്പെടും, നീ ചവിട്ടി തേക്കപ്പെടും, നീ അപമാനിതനാകും, നീ മുറിവേൽക്കും, ലോകം നിന്നെ ദുഷിക്കും, നിന്നെ നിന്ദിക്കും. പക്ഷെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഇറ്റേണൽ ലൈഫ്, എന്നാൽ ഇവിടെ അടിച്ച് പൊളിച്ച് സുഖിച്ച് ആനന്ദിച്ച് നമുക്ക് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കാം. സഹോദരങ്ങളെ, അതെവിടെയും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇറ്റേണൽ പണിഷ്മെന്റിൽ, നിത്യമായ ശിക്ഷയിൽ. ഞാൻ വേഗം അതിന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, നിത്യജീവനെ കുറിച്ച് നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവിന്റെ വാക്കുകൾ എന്താണ്? യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6:27 യേശു പറഞ്ഞു, ഈ ലോകത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ജീവിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യ ജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. നിത്യജീവന് വേണ്ടി അധ്വാനിക്കുക, നിത്യതയ്ക്ക് വേണ്ടി വില കൊടുക്കുക. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 5:24 എന്താണ് യേശു പറഞ്ഞത്? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്തവരെ നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധിയില്ല, അവന് ശിക്ഷാവിധിയില്ല, അവന് നിത്യമായ ജീവനുണ്ട്. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6:47 എന്താണ് കർത്താവ് പഠിപ്പിച്ചത്? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഈ സന്ദേശം പങ്കുവെക്കണം, ഈ സന്ദേശം ഇന്ന് പ്രഘോഷിക്കപ്പെടണം. ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് സഭയിൽ യഥാവിധി പ്രഘോഷിക്കപ്പെടേണ്ടത് നിത്യജീവന്റെ സുവിശേഷമാണ്, നിത്യജീവന്റെ സന്ദേശമാണ്, നിത്യജീവന്റെ വചസ്സുകളാണ്. ഈ ദർശനത്തിലേക്ക്, ഈ പ്രത്യാശയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ വൈദികർ, നമ്മുടെ സമർപ്പിതർ, നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു വന്നാൽ സഭ പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, ജീസസ്, ജീസസ്. നിത്യ ജീവൻ യഥാവിധി പ്രഘോഷിക്കപ്പെടണം. ഭൗതിക സുവിശേഷമല്ല, ഭൗതികതയ്ക്കല്ല നമ്മൾ ഇന്ന് ജീവിക്കുന്നത്, അനശ്വരമായ നിത്യ ജീവന് വേണ്ടി. അതാണ് അന്ത്യകാല പ്രേക്ഷിതർ. പ്രിയപ്പെട്ടവരെ, നിത്യതയുടെ വെളിച്ചം കിട്ടിയവരാണിവർ. ഈ ലോകത്തിൽ അവർക്ക് ഇതൊന്നൊരു വിഷയമല്ല. എത്ര വിശുദ്ധരും സ്നേഹന്മാരും ഈ കാലഘട്ടത്തിൽ ഇതുപോലെ ചൈതന്യത്തിൽ ജീവിക്കുന്ന ആയിരങ്ങൾ സഭയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുമ്മാ പറയല്ല, ആയിരങ്ങൾ സഭയിലുണ്ട്. വിശ്വസിക്കുന്നവന്റെ നിത്യജീവനുണ്ട്. കർത്താവിന്റെ വാക്കുകളാണ്. ഹല്ലേലൂയ. അപ്പൊ നിത്യമായൊരു ജീവിതമുണ്ട് സഭ പഠിപ്പിക്കുന്നു. 1023 ഖണ്ഡിയിൽ കത്തോലിക്ക സഭയുടെ മതബോധനം 1023 ഖണ്ഡിയിൽ സഭ എന്താ പറയുന്നത്? ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോട് കൂടെ അതാണ് നിത്യമായ ജീവിതം, ഇറ്റേണൽ ലൈഫ്. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തോട് പറഞ്ഞേ, നിത്യമായ ജീവിതം കെട്ടുകഥയല്ല, കെട്ടുകഥയല്ല എന്ന് പരസ്പരം പറഞ്ഞേ. നിത്യമായ ജീവിതം കെട്ടുകഥയല്ല, അതൊരു വലിയ സത്യമാണ്, നിത്യസത്യമാണ്. പ്രിയപ്പെട്ടവരെ, അത് കർത്താവ് പഠിപ്പിക്കുന്നു, കർത്താവിന്റെ സഭ പഠിപ്പിക്കുന്നു, അത് പ്രവാചകന്മാര് പഠിപ്പിക്കുന്നു, അപ്പോസ്തലന്മാര് പഠിപ്പിക്കുന്നു. പിന്നെ എന്തേ നമുക്ക് വിശ്വസിച്ചുകൂടെ? നമുക്ക് വിശ്വസിച്ചുകൂടെ? ഈ ലോകത്തോടുകൂടി, ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതം തീർന്നു പോകുന്നില്ല പ്രിയപ്പെട്ടവരെ.
കർത്താവിന്റെ സുവിശേഷത്തിന് നമുക്ക് നൽകാനുള്ള പ്രഖ്യാപനം എന്താണ്? ഈ ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതം നമുക്കുണ്ട്. എണ്ണിത്തീർക്കാൻ കഴിയാത്ത ദിനങ്ങൾ കർത്താവിനോടുകൂടെ നിത്യമഹത്വത്തിലായിരിക്കുന്ന ഒരു നിത്യമായ ജീവിതം. പുറപിതാവായ അബ്രഹാമിന് ഈ പ്രത്യാശയുണ്ടായിരുന്നു. ഹെബ്രായർ 11:10 വചനം പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം അനുസരിച്ചത്? ഒന്നും ചിന്തിക്കാതെ, ആരോടും ചോദിക്കാതെ, ദൈവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് എന്തുകൊണ്ട് അബ്രഹാം പുറപ്പെട്ടത്? ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും ദൈവം നിർമ്മിച്ചതും അടിസ്ഥാനമുറപ്പിച്ചതുമായ ഒരു നഗരം. ഏതാണ് ഈ നഗരം? അത് സ്വർഗമാണ്. അത് സ്വർഗമാണ്. ആ സ്വർഗഭവനത്തെ അബ്രഹാം പ്രതീക്ഷിച്ചു. അതുകൊണ്ട് വസ്തുവകൾ നഷ്ടപ്പെട്ടപ്പോഴും, കർത്താവിന് പ്രതി അപമാനങ്ങൾ ഉണ്ടായപ്പോഴും, നിന്ദനങ്ങളും ദുഷിപ്പുകളും ഉണ്ടായപ്പോഴും അബ്രഹാം പതറിയില്ല, അബ്രഹാം ക്ഷീണിച്ചില്ല, അവൻ പിന്മാറിപ്പോയില്ല. വചനം പഠിപ്പിക്കുക. കാരണം അവൻ ആ ഉന്നതമായ നഗരത്തെ പ്രതീക്ഷിച്ചു.